സ്വയംഭോഗം ചെയ്യുന്ന ആളാണ്. ഇങ്ങനെ ചെയ്താൽ ശരീരം ക്ഷീണിക്കുമോ? IT പ്രൊഫഷണലാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ശരീരം ക്ഷീണിക്കുമോ? നല്ല ചോദ്യമാണ്. കാരണം പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 3 ചോദ്യങ്ങളാണ് സാധാരണ വരുന്നത്. ഒന്ന്, അമിതമായിട്ട് സ്വയംഭോഗം ചെയ്താൽ ശരീരം ക്ഷീണിക്കുമോ? കാരണം കുട്ടികളുടെ മനസ്സിൽ കയറുന്ന ഒരു സന്ദേശം, സ്വയംഭോഗം ചെയ്യുമ്പോൾ സ്ഖലനം നടക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന സെമൻ അല്ലെങ്കിൽ ശുക്ലമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എന്തോ പ്രോട്ടീനോ അങ്ങനെ എന്തോ വസ്തുവാണ്. അതോടെ നമ്മുടെ ശരീരത്തിന് ക്ഷീണിക്കും എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഭയങ്കരമായ മണ്ടത്തരമാണ്. കാരണം സ്വയംഭോഗം ചെയ്യുമ്പോൾ പുറത്തേക്ക് പോകുന്ന ദ്രാവകം എന്ന് പറയുന്നത് നമ്മളുടെ ടെസ്റ്റിസിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളാണ്. ഒരു ഗ്രന്ഥിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവമായിട്ട് മാത്രം അതിനെ എടുത്താൽ മതി. ശരീരം ക്ഷീണിക്കുക എന്നുള്ളത് അതുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ബന്ധമുള്ള കാര്യമല്ല. അതിൽ ഈ പ്രോട്ടീനോ ധാതുവോ ഒന്നും അതിനകത്തൊരു വിഷയമല്ല എന്നുള്ളത്. അതൊന്നും അല്ല എന്നുള്ളത്. രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകാൻ ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നാണ്. അങ്ങനെ ചെയ്താൽ കാരണം കുട്ടികൾ ഉണ്ടാകുന്നതും മാസ്റ്റുർബേഷൻ അല്ലെങ്കിൽ സ്വയംഭോഗവുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത്. മൂന്നാമത്, പെൺകുട്ടികൾ മാസ്റ്റുർബേറ്റ് ചെയ്യുമോ എന്നുള്ളത്. അതെ, ഈ സ്വയംഭോഗത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ആൺകുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്താണ് പറയുന്നത്. പഠനങ്ങൾ പറയുന്നത് ആൺകുട്ടികൾ വിവാഹത്തിന് മുമ്പ് ഒരു സ്വയംഭോഗത്തിൽ ഏർപ്പെടാത്ത ഒരു 90% ആൺകുട്ടികളും ഒരിക്കലെങ്കിലും സ്വയംഭോഗം ചെയ്തിട്ടുണ്ടാകുമെന്നാണ് പറയുന്നത്. പെൺകുട്ടികളും സ്വയംഭോഗം ചെയ്യും എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. 70 to 80% എപ്പോഴെങ്കിലുമൊക്കെ. കാരണം നമുക്കറിയാം 10-12 വയസ്സാകുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു കഴിവ്, അത് പരീക്ഷിച്ച് നോക്കാനുള്ള ഒരു എന്താ പറയുന്നത്, പക്ഷെ അത് ഒരു പക്ഷേ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മറ്റു പല കാര്യങ്ങളും മറക്കുമ്പോഴാണ് അത് പ്രശ്നമാവുന്നത്. അപ്പോൾ കൗമാരപ്രായക്കാരായ ആൺകുട്ടികളുടെ കാര്യത്തിലും പെൺകുട്ടികളുടെ കാര്യത്തിലും ആ ഒരു ഏർജ് അവര് ഏതെങ്കിലും വിധത്തിൽ ആ എനർജി അവർ പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അവർക്ക് ഉടനെ പോയി ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ സാധിക്കില്ല. അതൊരു ശീലമാറുണ്ട്. ഒരു പയ്യൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ദിവസം 6-7 പ്രാവശ്യം വരെ സ്വയംഭോഗം ചെയ്യുമായിരുന്നു. മറ്റൊന്നിനും നേരം ഉണ്ടാവില്ല. സ്വയംഭോഗം ചെയ്തിട്ട് ബ്ലഡ് അവസാനം സെമൻ വരാൻ ഇല്ലാഞ്ഞിട്ട് അവസാനം എന്താ പറഞ്ഞത്, ലൈംഗിക അവയവത്തിൽ നിന്നും ബ്ലഡ് വരെ വന്ന ഒരു സ്റ്റേജ്. കാരണം അതുപോലെ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. കാരണം അത് വളരെ ട്രീറ്റ്മെന്റ് ആവശ്യമാവുന്ന ഒരവസ്ഥയാണല്ലോ. അത് അവരുടെ പഠനത്തിലുള്ള ശ്രദ്ധ കുറയും, മറ്റു കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളായിരിക്കും.